ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷിയ ബട്ടർ വെച്ചിട്ടുള്ള സോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷിയ ബട്ടറിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ബേസാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള തൂക്കെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ദാ ഇത് 500 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഷ്ണം നമ്മൾ കറക്റ്റാക്കിയിട്ട് എടുക്കുക. അതിൽ കുറയാൻ പാടില്ല, കുറച്ച് ഏറിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. അതിനാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി സ്റ്റൗവിൽ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളത്തിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇടക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അടിയിലിങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അങ്ങനെ ഇത് സാവധാനം മെൽറ്റാക്കി എടുക്കുക. പിന്നെ ഈ ബേസിലേക്ക് വെള്ളമൊന്നും ആവരുത്, അപ്പോൾ ഇത് കറക്റ്റായി വരില്ല. അപ്പോൾ സാവധാനത്തിൽ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ ആവിയൊന്നും ഇതിലേക്ക് ആവരുത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും 3 ടീസ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു 40 മില്ലി ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇതിൽ ഇൻഗ്രീഡിയൻസ് കൂടി പോയാൽ അതിൻ്റെ കട്ടിയെ ബാധിക്കും. സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് സോപ്പ് കട്ടിയായി വരുന്ന സമയത്ത് നമ്മൾ സോപ്പ് തേക്കണ സമയത്ത് നമുക്കത് മനസ്സിലാവും. അലോവേരയുടെ ജെല്ലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആവാതെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ മിക്സിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് വിറ്റാമിൻ്റെ ഗുളിക ഒരു 5 എണ്ണം ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഗുളികയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. പിന്നെ ഇത് പതുക്കെ മിക്സാക്കി എടുക്കുക, കൂടുതൽ കുത്തിയിളക്കി മിക്സാക്കരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് പെർഫ്യൂമും കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇത് ലാസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 10 തുള്ളിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ചതുരത്തിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് മോൾഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ അതെടുത്താൽ മതി. ഇനിയിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തതിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 5 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും കട്ടിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാനിതൊന്ന് മോൾഡിൽ നിന്നും മാറ്റുകയാണ്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സിലിക്കൺ മോൾഡാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊക്കെ കവർ ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് തൂക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള സ്കെയിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തൂക്കി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, 100 ഗ്രാമിലും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഗുണത്തോട് കൂടിയ സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.